ഹായ് ഗൈസ്, ഞാൻ ഹണി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ആര്യവേപ്പില വെച്ചിട്ടൊരു ഹെയർ ടോണറുമായിട്ടാണ്. ഇത് മുടി വളരാനും താരൻ പൂർണ്ണമായി മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് മുടിക്ക് വളരെയധികം നല്ലതാണ്. ആര്യവേപ്പില കേശ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മൃതസഞ്ജീവനിയാണ് നമ്മുടെ ആര്യവേപ്പ്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ഇതുപോലെ ഫ്രഷായിട്ട് കുറച്ച് ആര്യവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് ഒറ്റ യൂസിനുള്ളത് മാത്രം തയ്യാറാക്കി വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. ഞാൻ ഇതുപോലെ വൃത്തിയായിട്ട് കുറച്ച് ഇല കഴുകിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ തണ്ടൊക്കെ മാറ്റി ഇല മാത്രം പറിച്ചെടുക്കുക. അത് വൃത്തിയായിട്ട് 3-4 വട്ടം കഴുകിയെടുക്കുക. ഇതിൽ വല്ല പുഴുക്കേടോ പുഴുവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമല്ല, ദോഷമായിരിക്കും ഫലം കിട്ടുക. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം എടുക്കുക ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് നമുക്ക് 2 പിടിയോളം ആര്യവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്നോർത്തിട്ട് യാതൊരു പ്രശ്നവും. കാരണം ഇത് നമ്മൾ ആര്യവേപ്പിലയാണ്, ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എനിക്കാണെങ്കിൽ ആര്യവേപ്പില തിളച്ച് വരുന്ന ഒരു മണമില്ല, അതെനിക്കിഷ്ടമില്ല. അതുകൊണ്ട് അങ്ങനെ എന്നെപ്പോലെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തുളസി ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുളസി ഇലയും നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 പിടിയോളം തുളസി ഇല ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. മൂടി വെച്ച് തിളപ്പിക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇത് മൂടി വെച്ച് തന്നെ 1 ദിവസം വെച്ചേക്കണം. ഇന്ന് രാവിലെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ പിറ്റേ ദിവസം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒരു 24 മണിക്കൂറോളം അങ്ങനെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ. നിങ്ങൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം മാറ്റിയിട്ട് അങ്ങനെ വെക്കാൻ പാടില്ല. നിങ്ങൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ തന്നെ ഈ ഇല ഇട്ട് വെച്ചേക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒന്ന് തണുക്കാൻ വെച്ചേക്കുന്നതുകൊണ്ടാണ് ആവിയൊക്കെ കാണുന്നത്. ഞാൻ പിറ്റേ ദിവസത്തെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് മഞ്ഞ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് മുടി വാഷ് ചെയ്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ചത് കഴുകിക്കളയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല. നിങ്ങളെപ്പോഴും മുടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ മുടി ഒന്നുകൂടി കഴിയുന്നതിന് ശേഷം മുടി ഉണക്കിയെടുക്കാവുന്നതാണ്. ഈ വെള്ളം ഉപയോഗിച്ചതിന് ശേഷം മുടി വാഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. ഇത് നിങ്ങൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണേ. താങ്ക് യു.